ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ അല്ല. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മളെ വീഡിയോൻ്റെ ഇടയിൽ വന്ന കമൻസുകൾ, പിന്നെ ആളുകളെ ഫോണിൽ വിളിക്കുമ്പോഴുള്ള റിയാക്ഷൻസ്, അപ്പോൾ അതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. പിന്നെ സപ്പോർട്ടും സഹകരണവും ആണ് ഇതുവരെയുള്ള നമ്മളെ വിജയങ്ങൾക്കൊക്കെ കാരണം. അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയും എന്ത് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ ഫോളോ, അതേപോലെ തന്നെ കമൻസ്, ഇതിലൂടെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് വേണം. പിന്നെ കാര്യമായിട്ട് പറയാൻ വന്ന കാര്യം, എൻ്റെ പേരെന്താണെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് CP എന്നാണ്. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല തിരുനാവായ പഞ്ചായത്ത് പട്ടണടക്കാവ് കുണ്ടുകുളത്താണ്. അപ്പോൾ നമ്മളെ സ്ഥാപനം വരുന്നത് വീടിനോട് ചേർന്ന് തന്നെയാണ്. ഏകദേശം വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ. മലപ്പുറം ജില്ല പുത്തനത്താണി തിരുനാവായക്കും ഇടയിൽ ബാവപ്പടിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം വീഡിയോൻ്റെ ഇടയിൽ കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാലും ആളുകൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാലും നമ്മളെ ഫോളോവേഴ്സിനൊന്നും കൂടെ ഒന്ന് റിമൈൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പേര് ഓട്ടോ ഹബ്ബ് എന്നാണ്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബഡ്ജറ്റ് കാറുകൾ, ഓട്ടോമാറ്റിക് കാറുകൾ, സെഡാൻ, ചെറിയ ഏകദേശം ഒരു 10 ലക്ഷത്തിന് താഴേക്കുള്ള ലെവലിലുള്ള വാഹനങ്ങളാണ് 99% നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും എടുക്കുന്നതും വിൽക്കുന്നതും. പിന്നെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ക്രിസ്റ്റ, ഫോർച്യൂണർ, ആ ടൈപ്പിലുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്, എടുത്തു കൊടുക്കുന്നുമുണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലുള്ള ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറുകളാണ്. പിന്നെ പിന്നീട് പറയുന്നൊരു കാര്യമാണ്, കമൻസിലൂടെ പറയുന്നതാണ് വിലയുടെ കാര്യം. ചില വാഹനങ്ങൾ വില പറയാൻ ശ്രമിക്കാറുണ്ട്, ചിലത് വിട്ടുപോകാറുണ്ട്, ചിലത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ, അതായത് ഈ വാഹനത്തിന് ആവശ്യക്കാർ വിളിക്കുമ്പോൾ പറയാമെന്ന് വെച്ചിട്ട് വെക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പല ആളുകളും വാഹനങ്ങൾ ഇടിച്ചതാവും, മറിഞ്ഞതാണ്, ഫ്ലഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാഹനങ്ങൾ ഷോറൂം സർവീസ് ഉള്ളതാണ്. ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് വാഹനം കണ്ട് അവരുദ്ദേശിക്കുന്ന മെക്കാനിക്കിനെ കാണിച്ച് അവരുദ്ദേശിക്കുന്ന സർവീസ് സെൻറ്ററിൽ കാണിച്ചതിന് ശേഷം മാത്രം ഡീല് ചെയ്താൽ മതി. ഈ വക കാര്യങ്ങൾ നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഷോറൂം സർവീസ് ഹിസ്റ്ററി എടുക്കാം, അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന മെക്കാനിക്കിനെ കൊടുത്ത് കാണിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഈ വാഹനം ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിന് എത്ര എക്സ്പെൻസ് വരുന്നത് വെച്ചാൽ അത് കസ്റ്റമർ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളെല്ലാ കച്ചവടങ്ങളും ഇന്നേ വരെ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അൽഹംദുലില്ലാ ഇത്രയും സമയമായിട്ടും നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിന്നതും അൽഹംദുലില്ലാ ഞങ്ങൾ തുടരാൻ പോകുന്നതും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒന്ന് പറയുന്നത്. പിന്നെ ബാഡ് കമൻറ്റ് വരും, നല്ല കമൻറ്റ് വരും. അത് നമ്മൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അത് അതിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നു. അപ്പോൾ നല്ലത് നമ്മൾ സ്വീകരിക്കും, ആകാത്ത നമ്മൾ ഒഴിവാക്കും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. റേറ്റ്, അതേപോലെ തന്നെ വാഹനങ്ങളുടെ ഇൻസ്പെക്ഷൻ, പിന്നെ അതേപോലെ തന്നെ പിന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോളുകൾ എടുക്കാറുണ്ട്. രാത്രിയിൽ ചില ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ ചിലപ്പോൾ എടുത്തോളന്നില്ല. മിസ് കോൾ കാണുന്നത് പരമാവധി തിരിച്ചു വിളിക്കാറുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ വലിയ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഒരു വട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അയക്കാനും വിളിക്കാനൊക്കെ നോക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത, സഹകരിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പേജ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ ഉണ്ട്. കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സഹകരിക്കുക. അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോയുടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.